അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1402. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ മുആവിയത്ത് ബിൻ ഹൈദത്തുൽ ഖുശൈരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. ഖാല, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്നകും തുതിമ്മൂന സബഈന ഉമ്മ അൻതും ഖൈറഹ വ അക്രമഹ അലല്ലാഹ്. ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, തുതിമ്മൂന സബഈന ഉമ്മ 70 ഉമ്മത്തീങ്ങളുടെ പൂർത്തീകരണമാണ് നിങ്ങൾ. കഴിഞ്ഞുപോയ സമുദായങ്ങൾ 70 സമുദായങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്ത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്ത്, മൂസാ നബിൻ്റെ ഉമ്മത്ത്, ഇങ്ങനെ കുറേ സമുദായങ്ങൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ആ ഉമ്മത്തീങ്ങളുടെയൊക്കെ പൂർത്തീകരണമാണ് നിങ്ങൾ. അൻതും ഖൈറഹ, നിങ്ങളാണ് ആ ഉമ്മത്തുകൾ വെച്ച് ഏറ്റവും ഉത്തമർ. വ അക്രമഹ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവർ, ബഹുമതി ഉള്ളവരൊക്കെ നിങ്ങളാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് ഏറ്റവും ഉത്തമ ഉമ്മത്ത്. അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവർ. അല്ലാഹു തആല അതിലൊരു അംഗമാവാൻ നമ്മെ സെലക്ട് ചെയ്തു. അൽഹംദുലില്ലാഹ്, നമ്മൾ നന്ദിയുള്ളവരാകണം. അതിലൊരു അംഗമാവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ആ ഉമ്മത്തിൻ്റെ പ്രത്യേകതകൾ ധാരാളം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർവ്വ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അതിൽ ഉമ്മത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ കേട്ടപ്പോൾ, എന്താണ് ഇത്രത്തോളം പ്രത്യേകത? അവർക്ക് കുറഞ്ഞ ആയുസ്സാണുള്ളത്, അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. അവരുടെ ചെറിയ അമലുകൾ അല്ലാഹു തആല എല്ലാം സ്വീകരിക്കും എന്നൊക്കെയുള്ള പ്രത്യേകതകൾ ഉമ്മത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണസമയത്ത് ഒരുപാട് സന്തോഷങ്ങൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് അറിയിച്ചു. നബിയെ, തങ്ങളാണ് ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. നബിയെ, അവിടെ നിന്നാണ് മഹ്ശറയിൽ എല്ലാവരും പ്രയാസപ്പെടുമ്പോൾ അവിടുത്തെ ശഫാഅത്താണ് അല്ലാഹു സ്വീകരിക്കുക. അങ്ങനെ തുടങ്ങി അവിടെ നിന്നാണ് സ്വർഗത്തിൻ്റെ ഒട്ടക്കണ്ണി ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഇതൊന്നും പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിട്ടില്ല. അവസാനം പറഞ്ഞു, നബിയെ, തങ്ങളുടെ ഉമ്മത്താണ് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങളുടെ കുളിർമയായത്, സന്തോഷമായത്. ഇങ്ങനെ ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് എത്ര സ്നേഹിച്ചാലും അവർ നമ്മെ സ്നേഹിച്ചതിന് പകരമാവുകയില്ല. അല്ലാഹു തആല കൂടുതൽ സ്നേഹിക്കാനും അവിടുന്ന് സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെട്ട് കിട്ടാൻ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.